അങ്ങനെ നമ്മൾ റൂമിൽ സെറ്റിൽ ആയതിനു ശേഷം ഫസ്റ്റ് ബാഗ ബീച്ച് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരുന്നു കേട്ടോ നമ്മളെ ഫസ്റ്റ് പ്ലാന്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഹാപ്പി എസ്കേപ്സ്. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ബീച്ചിലോട്ട് പോകാന്നുള്ളതാക്കി. എനിക്കിവിടെ വന്നിട്ട് തോന്നിയ കാര്യമാണ്, ഇവിടെ ഫുഡിനാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ്. അങ്ങനെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ വന്നു, അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അടിയിൽ സാൻഡൊക്കെയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് ബീച്ചിലോട്ടാണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു ബീച്ചിൽ. അവിടുത്തെ ലൈറ്റ് ഇങ്ങനെ ചെറുതായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ എന്ത് വിചാരിച്ചു, അവിടുന്ന് പോരാന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് പോരാൻ നേരത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, സ്കൈയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ നടക്കുകയാണ് ചെയ്തത്. നടന്നിട്ട് നമ്മളൊരു ഷോപ്പിൽ വന്നിട്ട് ഈ ഒരു സ്കൂട്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2 സ്കൂട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ 3 പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ 2 സ്കൂട്ടി റെൻറ്റിനെടുത്തു. കോസ്റ്റ് ഏകദേശം 800 അങ്ങനെ എന്തോ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് സ്കൂട്ടി എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായി. ഇനി നമ്മൾ പോകുന്നത് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ കുറച്ചധികം കറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആൾക്കാർ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് അങ്ങനെയൊന്നുമില്ല കേട്ടോ, തലങ്ങും വിലങ്ങും വണ്ടി ഓടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇതൊക്കെ നന്നായിരുന്നു, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഈവനിങ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് എത്താറായി. അപ്പോൾ അവിടെ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു.